വിപിൻ സി വിജയൻ തൃശ്ശൂരിൽ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ റോഡ് ഷോ വികസിച്ചതും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞതും പറയാതെ പറഞ്ഞതും ഒക്കെ? ഒരു അരമണിക്കൂറായിരുന്നു റോഡ് ഷോ തൃശ്ശൂരിൽ നടന്നത്. അത് സ്വരാജ് റൗണ്ടിലായിരുന്നു. ഇതിനു മുൻപ് സ്വരാജ് റൗണ്ടിൽ ഇതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ ഒരു റോഡ് ഷോ നടന്നത് അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു. അന്ന് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടായിരുന്നു വോട്ട് അഭ്യർത്ഥിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മോദി ഗ്യാരണ്ടി തൃശ്ശൂർക്കാർ വിശ്വസിക്കുകയും സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ ഒരു വേളയിൽ വീണ്ടും അതേ റോഡ് ഷോ അതേ സ്ഥലത്തിലൂടെ നടത്തുന്നു എന്നുള്ളതാണ്. അത് പ്രവർത്തകരെ ഒരു ആവേശം കൊള്ളിക്കുക, ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളതെല്ലാം സംശയമില്ലാത്തതാണ്. ഈ എസ് പറഞ്ഞതുപോലെ തന്നെ ഇതിൽ പറയാതെ പറയുന്ന കാര്യം അദ്ദേഹത്തിന്റെ ഈ വാഹനത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ തുറന്ന ജീപ്പിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒന്ന് പത്മജ വേണുഗോപാലാണ്. കഴിഞ്ഞ തവണത്തെ ഇതേ സ്ഥലത്തെ UDF സ്ഥാനാർത്ഥിയായിരുന്നു. തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി ഇപ്പോൾ ഇപ്രാവശ്യത്തെ NDA സ്ഥാനാർത്ഥിയാണ്. കെ കരുണാകരന്റെ മകളാണ്. മറ്റൊന്നുള്ളത് CC മുകുന്ദൻ, അതായത് CPI-യുമായി തർക്കിച്ച് ആ പാർട്ടിയിൽ നിന്ന് വിട്ട് NDA സ്ഥാനാർത്ഥിയായി നാട്ടികയിൽ മത്സരിക്കുന്ന CC മുകുന്ദൻ, പിന്നീട് KK അനീഷ് മണലൂരിൽ നിന്നുള്ള. മറ്റൊന്നുള്ളത് ഇതിനു മുൻപ് BJP-യുടെ വിസ്മയമായി തന്നെ എന്ന് പറയാവുന്ന സുരേഷ് ഗോപി, അതായത് തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ച സുരേഷ് ഗോപി. ഈ 4 പേർ മാത്രമായിരുന്നു ഇന്ന് പ്രധാനമന്ത്രിയുടെ കൂടെ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. കൃത്യമാണ്, ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു വിജയമാണ് പ്രതീക്ഷിക്കുന്നതെന്നും അതാണ് വേണ്ടത് എന്നുള്ളതും അണികൾക്ക് പ്രവർത്തകർക്ക് ഒരു നിർദ്ദേശം നൽകുന്നത് പോലെ തന്നെയായിരുന്നു. അവരുമായിട്ടുള്ള ഒരു ചെറിയ കൂടിക്കാഴ്ച, അതിനുശേഷം ഇവിടെ നിന്നും മടക്കം. തൃശ്ശൂരിൽ അദ്ദേഹം ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. ഈ ഒരു റോഡ് ഷോയിലൂടെ തന്നെ തൃശ്ശൂരിൽ ഒരു ഇളക്കിമറിക്കൽ ഉണ്ടാവുക എന്നുള്ളതാണ്, ഒരു ഉണർവ് പകരുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചത്. അത് ഏറെക്കുറെ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ കരുതേണ്ടി വരും. ഒപ്പം തന്നെ തൃശ്ശൂരിലാണ് ഈ പരിപാടി നടത്തിയത് എന്നുണ്ടെങ്കിലും കേരളത്തിലുടനീളം കരുതുന്ന A ക്ലാസ് മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് കൂടിയുണ്ട്. വലിയ വികസനങ്ങളോ വലിയ വാർത്തകളിലേക്കോ കടക്കാതെ ഈ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ആണ് ഇന്ന് തൃശ്ശൂരിൽ ലക്ഷ്യമിട്ടതെന്ന് കരുതേണ്ടി വരും. മറ്റൊന്നുള്ളത്, ഇന്നിപ്പോൾ ഈ പാലക്കാട് പ്രസംഗത്തിൽ എനിക്ക് ഏറ്റവും എടുത്തു തോന്നിയ ഒരു കാര്യമുള്ളത്, ഇതുവരെ കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചപ്പോൾ കൊടുക്കാത്ത അത്രയും തുക കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളത്തിന് കേന്ദ്രം അനുവദിച്ചു എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷമായി നമ്മൾ ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ കേട്ടത് കേന്ദ്രം ഞെരിക്കുന്നു, കേന്ദ്രം പണം തരുന്നില്ല, അത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതുമാണ്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു ചൂണ്ട ഇന്ന് ഇട്ടിരിക്കുന്നത്. ഒരു പക്ഷേ വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ പുറത്തുള്ള ചർച്ചകൾ കേരളത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി തുറന്നിട്ടുകൊണ്ട് അദ്ദേഹം ഇനി 4-ാം തീയതി വരുന്നതിന് വേണ്ടി ഇപ്പോൾ ഡൽഹിയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇനി കോട്ടയത്താണ് 4-ാം തീയതി പ്രധാനമന്ത്രിയുടെ പരിപാടി. അത് ഈ പറഞ്ഞതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക്, ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ BJP പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് അടുത്ത അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയും പൊതുസമ്മേളനവും നടക്കുന്നത്. അന്നത്തേക്ക് എന്ത് കരുതി വെച്ചു എന്നുള്ളതും രാഷ്ട്രീയ ആകാംക്ഷയായി തുടരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.